അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് പിയുടെ ഡെസ്ക് ജെറ്റ് സീരീസിൽ വരുന്ന ഡെസ്ക് ജെറ്റ് GT 5810 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതിൽ വരുന്ന സ്കാനർ ഫെയിലിയർ, പിന്നെ ബ്ലാക്ക് ഇങ്ക് ഇറങ്ങുന്നില്ല, അതായത് ബ്ലാക്ക് ഇങ്ക് മാത്രം പ്രിന്റ് വരുന്നില്ല, അങ്ങനത്തെ ഒരു എററാണ്. അപ്പോൾ ഈ രണ്ട് എററും നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെസ്റ്റ് പേജ് ഒന്ന് അടിച്ചു നോക്കാം. കമ്പ്യൂട്ടറിൽ നിന്ന് ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്ക് ബ്ലാക്ക് മാത്രം കാണിക്കുന്നില്ല, സിയാൻ കാണിക്കുന്നില്ല. ബ്ലാക്ക് ഇവിടെ ഒരു ഫുൾ റിപ്പോർട്ട് കാണിക്കേണ്ടതാണ്, ഫുൾ പ്രിൻറ്റിങ് റിപ്പോർട്ട് കാണിക്കേണ്ടതാണ് ബ്ലാക്കിൻ്റെ. അപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു എററും കാണിക്കുന്നില്ല. നമുക്കപ്പോൾ കാട്രിഡ്ജ് ഒന്ന് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കാട്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ ഇങ്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ക് ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കത് ഇതുപോലെ ഒന്ന് ബഡ്സ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ ഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കാട്രിഡ്ജ് എടുത്ത് പ്രിൻ്ററിനകത്ത് സൂക്ഷിച്ച് നമ്മൾ നേരെ നമ്മുടെ കാരേജിനകത്ത് തന്നെ വെക്കാൻ. തിരിച്ച് പതിയെ പ്രസ് ചെയ്ത് ലോക്കും കൂടെ പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഡോർ ക്ലോസ് ചെയ്ത് പ്രിൻ്റ് ഒന്ന് വിട്ട് വെക്കാം. പുതിയ ഒന്നുകൂടെ ടെസ്റ്റ് പേജ് ഒന്ന് അടിച്ചിട്ട് കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. പ്രിൻ്റ് വരുന്നുണ്ട്, ഇപ്പോഴും റെഡി ആയിട്ടില്ല, പഴയ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത ഇതുപോലെ നമ്മുടെ ഒരു ചെറിയ ഒരു ക്യാപ്പിലൊരു കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കാട്രിഡ്ജ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇങ്ക് ഇറങ്ങുന്നുണ്ടോ എന്ന്. നമുക്ക് നോക്കാം. ഇതപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഇതായപ്പോൾ നോക്കിയാൽ അറിയാം ബ്ലാക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്രിൻ്ററിനകത്തൊന്ന് ഇട്ട ശേഷം നമുക്ക് ആ ടെസ്റ്റ് പേജ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രോപ്പറായിട്ട് പ്രിൻ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കാട്രിഡ്ജ് വെച്ചിട്ട് ആ ഡോർ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ടെസ്റ്റ് പ്രിൻ്റ് ഒന്ന് അടിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബ്ലാക്ക് ഇങ്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് പ്രിൻ്റ് വരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, വേറെ ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. രണ്ടാമത്തെ എറർ നോക്കാം. രണ്ടാമത്തെ എറർ സ്കാനർ ഫെയിലിയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്ത് വെച്ച് നമുക്ക് സ്കാനറിൽ വെച്ചിട്ടൊന്ന് കോപ്പി എടുത്ത് നോക്കാം. പ്രിൻ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്കാനറിൽ വെച്ച ശേഷം ഒന്ന് കോപ്പി എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പേപ്പർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് കോപ്പി ബട്ടൺ ഒന്ന് അമർത്തി വെക്കാം. പുതിയ കണ്ടില്ലേ, എറർ കാണിക്കുന്നുണ്ട്. E5 എന്നുള്ളൊരു എററാണ് കാണിക്കുന്നത്. കാട്രിഡ്ജിൻ്റെ സൈഡിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേപ്പറിൻ്റെ ട്രേയിൻ്റെ ആ ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഓറഞ്ച് കളർ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് സിസ്റ്റത്തിൽ നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് HP സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം എന്താണ് ഈ കറക്റ്റ് എററെന്ന്. അപ്പോൾ നമുക്ക് HP സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് HP സ്മാർട്ട് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ താഴെ സ്കാനർ ഫെയിലിയർ എന്നതിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നേരെ നമുക്ക് പ്രിൻ്റർ സെറ്റിങ്സ് എടുക്കാം. ഇതെവിടെ പ്രിൻ്റർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. രക്ഷയില്ല. അപ്പോൾ നമുക്ക് പ്രിൻ്റർ സ്റ്റാറ്റസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്കാനർ ഫെയിൽ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് അത് റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ സ്കാനർ ഡാമേജ് ആണ്. അപ്പോൾ സർവീസ് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഈ പ്രിൻ്റർ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമുക്ക് റീസെറ്റ് ചെയ്ത ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റീസെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പവർ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ബട്ടണിൽ 4 പ്രാവശ്യം നിൽക്കുക. അതിനുശേഷം കളർ ബട്ടണിൽ ഒരു തവണ നിൽക്കുക. പവർ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട്
സ്റ്റോപ്പ് ബട്ടണിൽ 4 പ്രാവശ്യം ഞെക്കുക. അത് കഴിഞ്ഞിട്ട് കളർ ബട്ടണിൽ ഒരു തവണ ഞെക്കുക. അപ്പോഴത്തേന് നിങ്ങൾക്കാണ് പ്രിൻ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്, പ്രിൻ്റ് പേജ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിസ്റ്റത്തിനകത്ത്, അതായത് HP സ്മാർട്ട് ആപ്ലിക്കേഷനകത്ത് ചെക്ക് ചെയ്യാം നമുക്ക് ആ എറർ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എറർ ഇപ്പോഴും അത് സെയിം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഫേംവെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം പ്രിൻ്ററിൻ്റെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് HP യുടെ തന്നെ സൈറ്റിൽ കയറിയിട്ട് പ്രിൻ്ററിൻ്റെ മോഡൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫേംവെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫേംവെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്രിൻ്ററിലേക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കുന്നുണ്ട്, അലോ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സീരിയൽ നമ്പർ കാണിക്കും, ഞാനിപ്പോൾ അത് ഹൈഡാണ്. ഇപ്പോൾ സീരിയൽ നമ്പർ കാണിക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്, നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, നല്ല ടൈം എടുക്കും. അപ്പോൾ അത് അപ്ഡേറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അപ്ഡേറ്റ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഓക്കെ എടുക്കുക. നമുക്ക് എന്നിട്ട് എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതായിപ്പോൾ കണ്ടില്ല, റെഡിയാണ്, ഓക്കെയാണ്. ഇപ്പോൾ എറർ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്കിനി അത് ഒരു സ്കാനറിൽ വെച്ചൊന്ന് പ്രിൻ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാനായിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ അടിച്ച പ്രിൻ്റ് ടെസ്റ്റ് പേജ് തന്നെ നമുക്കൊന്ന് സ്കാനറിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രിൻ്റ് എടുത്ത് നോക്കാം. ഞങ്ങൾ കോപ്പി എടുക്കുന്നുണ്ട്, ബ്ലാക്ക് കൊടുത്തപ്പോൾ അതാ കണ്ടില്ല, എറർ ഒന്നും കാണിക്കുന്നില്ല. നേരത്തെ നമുക്ക് ഒരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എറർ കാണിക്കുന്നില്ല. നമുക്ക് പ്രിൻ്റ് ഓക്കെ ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എന്താ ഇപ്പോൾ കണ്ടില്ലേ, പ്രിൻ്റും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മുടെ കേസിൽ ചിലപ്പോൾ ഹാർഡ്വെയർ ഇഷ്യൂ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹാർഡ്വെയർ അത് അഴിക്കും മുന്നേ ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വെഞ്ഞാറമൂട്, കാരറ്റ്, കല്ലറ, ആറ്റിങ്ങൽ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.